രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ എത്ര 58 വയസ്സ് മറ്റോ ആയില്ലേ? ഇല്ലേ? 58 ആ 50 മുകളിൽ 60 താഴെ. അതെ. ഇതാണല്ലോ ഈ പ്രായത്തിലെത്തിയ ഒരു മനുഷ്യൻ്റെ സ്വഭാവം ഇനി നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സാധാരണഗതിയിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ, അത് സംഘത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. 25 വയസ്സ് കഴിഞ്ഞാൽ ഒരാളിൻ്റെ ബേസിക് സ്വഭാവങ്ങൾ മാറില്ല. അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ബേസിക് സ്വഭാവം പോലും കുറേ മാറ്റിയെടുക്കാൻ പറ്റും. ബട്ട് ആഫ്റ്റർ 25 നിങ്ങൾക്ക് പരമേശ്വർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ 25 നിങ്ങൾ ഈ തെങ്ങ് കമ്പിയിട്ട് വലിച്ചു കെട്ടുമല്ല, ഇങ്ങനെ വലിച്ച് കെട്ടാം. ആ കമ്പി എപ്പോഴെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ തെങ്ങ് പതുക്കെ, പെട്ടെന്നങ്ങ് പോകുന്നുമില്ല, സ്പ്രിങ് പോലെ പതുക്കെ തെങ്ങ് പഴയ രീതിയിലേക്ക് പോകും. ഇതാണ് മനുഷ്യ സ്വഭാവം. അപ്പോൾ ഈ പ്രായത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം ആരും മാറ്റാൻ പോകുന്നു? അങ്ങേര് ഇറാറ്റിക്കാണ്. ഈ ചരിത്രം ഇപ്പോൾ അങ്ങേർക്ക് അറിഞ്ഞു, ഈ സൗത്ത് ആഫ്രിക്ക എന്നുള്ളത് തെറ്റി ഇംഗ്ലണ്ടെന്നായി പറഞ്ഞൊക്കെ പോയി കാണാൻ ചിലപ്പോൾ മനുഷ്യരിൽ ഇപ്പോൾ സംഭവിക്കാറുണ്ട്, ഇപ്പം മെമ്മറി സ്ലിപ്പാകുന്നതൊക്കെ. ബട്ട് തുടരെ ഇത് സംഭവിക്കുമ്പോൾ അത് ഒരു പ്രശ്നമാണ് ഒരു രാഷ്ട്രീയ നേതാവ്. അപ്പോൾ പിന്നെ പുള്ളി ചെയ്യേണ്ടത് മെല്ലെ പുറകോട്ട് മാറുക, ക്ലോസ് സർക്കിളിൽ മാത്രം പെരുമാറുന്ന ആളായിട്ട് മാറുക. യു ക്യാൻ ബി ഇൻ ദ പാർട്ടി, യു ക്യാൻ ഹോൾഡ് ആൻ ഒഫീഷ്യൽ പൊസിഷൻ ഇൻ ദ പാർട്ടി, ബട്ട് പൊതുപ്രസംഗത്തിനോ വാഗ്വാദത്തിനോ അതിനൊന്നും പോകാതിരിക്കുക. അപ്പം ഇങ്ങനെ പോയാൽ ഈ കോൺഗ്രസ്സിന് പിന്നെ ഇതിപ്പോൾ ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന നേതാക്കന്മാരാരും ഇല്ലല്ലോ. കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കോൺഗ്രസിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയൊരു കല്ലാണ് ഈ കുടുംബം. എന്നാൽ ആ കല്ലില്ലാതെ കോൺഗ്രസ്സിന് നിലനിൽപ്പില്ല. എന്ത് ചെയ്യും? ഈ കല്ലെടുത്ത് കളഞ്ഞാൽ കോൺഗ്രസ് നേരെയാകുമെങ്കിൽ പണ്ടേ അവരെടുത്ത് കളഞ്ഞനെ. പക്ഷേ അവർക്കറിയാം ഈ കല്ലാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരം. അതല്ലെങ്കിൽ 24 മണിക്കൂറിനകം 28 കോൺഗ്രസ് ഉണ്ടാവും. സിദ്ധരാമയ്യ വേറെ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ട് പോകും, DK ശിവകുമാർ വേറെ കോൺഗ്രസ് ഉണ്ടാക്കും, കേരളത്തിൽ 3-4 കോൺഗ്രസ് ആകും. ഇതെല്ലാം നിൽക്കുന്നത് ഈ അമ്മച്ചിയും പിള്ളേരും ഉള്ളതുകൊണ്ടാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഇവരൊക്കെ തമ്മിൽ വലിയ ശത്രുക്കളല്ലേ. BJPക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുമ്പോൾ എല്ലാവരും പറയും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് മോദിയും അമിത്ഷായുമാണ്. ശരി, മോദിയുടെയും അമിത്ഷായുടെയും കാലം കഴിഞ്ഞാലോ? അപ്പോൾ ഇത് തകർന്നു പോവുക? ഇല്ല. ടപ്പെന്ന് പറഞ്ഞ് ആൾ പൊങ്ങി വരും. ഈ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിൽ, ഗുജറാത്തിൽ, രാജസ്ഥാൻ, ഇവിടെ രാജസ്ഥാൻ പ്ലസ് ഒറീസ, അവിടെയൊക്കെ അവർ പുതിയ ഫിഗേഴ്സ്, നമുക്ക് ഇതുവരെ പരിചയമില്ലാത്തവർ, എന്നാൽ നല്ല ഒന്നാന്തരം പൊളിറ്റീഷ്യൻസ്. അവരൊന്നും ഭരണത്തിൽ ഒരു പരാതി ഇതുവരെ കേൾക്കാനില്ല. മിടുക്കന്മാരാണ്. അപ്പോൾ അങ്ങനെ മിടുക്കന്മാരുടെ ഒരു ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ ഇങ്ങനെ BJPയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. കോൺഗ്രസ്സിന് അത് സാധിക്കുന്നില്ല. അവർക്കൊരു സ്മാർട്ടായൊരു പ്രസിഡൻറ്റിനെ വയ്ക്കാൻ പറ്റിയില്ല. ഖാർഗെ സാധുവാണ്, അങ്ങനെ എണീറ്റ് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടില്ല. അത്രയധികം പ്രായവും തടിയുള്ളൊരു മനുഷ്യൻ. ഇപ്പോൾ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ 2 വശത്തു നിന്നും കക്ഷത്തിൽ കൈയിട്ട് വേണം ഖാർഗെയെ എണീപ്പിക്കാൻ. അദ്ദേഹത്തിൻ്റെ കുറ്റം പ്രായമായി, തടിയും അത്രയുണ്ട്. എന്ത് ചെയ്യും ആ മനുഷ്യൻ? ബട്ട് ഒരു സ്റ്റേച്ചറുള്ളൊരു വേറൊരു കോൺഗ്രസ്സുകാരൻ്റെ പേര് പറഞ്ഞേ ഇല്ല, ആളില്ല, ദാരിദ്ര്യമാണ്.